IELTS റീഡിംഗ് ടെസ്റ്റിനകത്ത് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ എന്നുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ്. അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 3 ടെക്നിക്സ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ നോക്കാം. ഒന്നാമത്തത് പാരഫ്രേസിംഗ് ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് പാസേജിനകത്ത് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടാവില്ല, അതിൻ്റെ പാരഫ്രേസ്ഡ് വേർഷൻ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. രണ്ടാമത് ലുക്ക് ഫോർ സിമിലർ മീനിങ്. അതായത് ഈ പാരഫ്രേസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിമിലർ മീനിങ് അല്ലെങ്കിൽ സിനോണിംസ് ആണ് നോക്കേണ്ടത്. കൂടുതൽ പേര് എന്താ ചെയ്യുക, ഇതേ സെയിം വേർഡ് പാസേജിനകത്ത് എവിടെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മളിത് എവിടെയാണ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയല്ലാതെ അതിന് പകരം സിമിലർ മീനിങ് ഉള്ള സെൻറ്റൻസ് പാസേജിനകത്തുണ്ടോ എന്ന് നോക്കിയാണ് വേണ്ടത്. മൂന്നാമത് കൺഫ്യൂഷൻ ബിറ്റ്വീൻ ഫാൾസ് ആൻഡ് നോട്ട് ഗിവൺ. ഫാൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻറ്റയർലി നമുക്ക് പാസേജിൽ തന്നിട്ടുള്ള ഇൻഫർമേഷനോട് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സെൻറ്റൻസ് ആവും തന്നിട്ടുണ്ടാവുക, അതാണ് ഫാൾസ്. നോട്ട് ഗിവൺ എന്ന് പറഞ്ഞാലോ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിലെ എൻറ്റയർ സെൻറ്റൻസ് വിൽ നോട്ട് ബി ദർ ഇൻ ദ പാസേജ്. ചിലപ്പം ഏതെങ്കിലും ഒരു പാർട്ടൊക്കെ പാസേജിൽ ഉണ്ടാവാം, പക്ഷേ എൻറ്റയർ സെൻറ്റൻസ് പാസേജിനകത്ത് ഉണ്ടാവില്ല, അതാണ് നോട്ട് ഗിവൺ എന്ന് പറയുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കാം.